നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യൂദയും 30 വെള്ളിക്കാശും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ച് പോന്നു. 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം യേശുവിൻ്റെ പാദത്തിങ്കൽ ഒരു സ്ത്രീ പൊട്ടിച്ചൊഴിച്ചത് നേരിൽ കണ്ടയാളാണ് യൂദാ. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ പാർക്കുകയും യേശു നൽകിയ ഭക്ഷണം വാങ്ങി ആസ്വദിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് യൂദാ. യൂദാ 30 വെള്ളിക്കാശിന് ഒരു വെറും അടിമയുടെ വിലയ്ക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. മഹാപുരോഹിതന്മാർ യൂദയെ സമീപിച്ച് ചോദിച്ചതല്ല, യേശുവിനെ കൊല്ലാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ യേശുവിൽ നിന്ന് തന്നെ അതറിഞ്ഞ യൂദാ മഹാപുരോഹിതന്മാരെ തേടി ചെല്ലുകയാണ് ഉണ്ടായത്. യൂദയുടെ ദ്രവ്യാഗ്രഹമാണ് ഇതിന് കാരണം എന്ന് പറയാം. ഇതുപോലെ പണത്തിനു വേണ്ടി ദൈവവേല ചെയ്ത ആളുകൾ പഴയ നിയമത്തിൽ വേറെയുണ്ട്. ഗേഹസി, അദ്ദേഹം കുഷ്ഠരോഗിയായി തീരുവാൻ ഇടയായി. എലീശയുടെ ഭൃത്യനായിരുന്നു ഗേഹസി. അതൊക്കെ ഇതിനോടകം യൂദ പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് ബോധപൂർവം മറന്നതാണോ അതോ യൂദയുടെ അമിതമായ ആത്മവിശ്വാസമാണോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം യേശു ഇതിനോടകം സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിച്ചയാളാണ്, ആർക്കും പിടി കൊടുക്കാതെ. നസ്രയത്തിലെ പള്ളിക്കാർ കൊല്ലാനൊരുങ്ങിയപ്പോൾ യേശു അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതുപോലെ യേശുവിനെ പിടിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും കുടുക്കി ചോദ്യങ്ങളായി വന്നെങ്കിലും യേശു അവർക്കൊന്നും പിടികൊടുത്തില്ല. ഒരുപക്ഷെ യൂദ വിചാരിച്ചത് 30 വെള്ളിക്കാശ് തനിക്കിരിക്കും, യേശു രക്ഷപ്പെടും എന്നായിരിക്കാം. പക്ഷെ ഒരു കാര്യം, സക്കറിയാവിൻ്റെ പ്രവചനത്തിൽ ഈ കൃത്യം 30 വെള്ളിക്കാശിൻ്റെ കാര്യം പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. സക്കറിയാവ് 11:12. അവൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികയിൽ തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായ 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളയുക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ വില എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയാവ് ഈ 30 വെള്ളിക്കാശും ഭണ്ഡാരവും ദേവാലയവും എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി യൂദ വാങ്ങിച്ച 30 വെള്ളിക്കാശിനെ കുറിച്ചാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും യേശുവിനെ ഒറ്റിക്കൊടുത്ത ആ പണം കൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി എന്നൊക്കെയുള്ള പ്രവചനം യെരമ്യാ പ്രവചനത്തിൽ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് 3.5 വർഷം യേശുവിനോട് കൂടി ജീവിച്ച യൂദ ഇങ്ങനെ ചെയ്തത്? യൂദയുടെ തെറ്റ് എന്താണ്? യേശുവിനെ ഒറ്റിക്കൊടുത്തതാണോ ഏറ്റവും വലിയ തെറ്റ്? അതോ ഇടയ്ക്ക് പണസഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ചു, അതാണോ ഏറ്റവും വലിയ തെറ്റ്? പ്രിയപ്പെട്ടവരെ, യൂദയുടെ തെറ്റ് യേശുവിനെ ഒറ്റിക്കൊടുത്തതല്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരുന്നിരുന്നെങ്കിലും യൂദ നരകത്തിലെ പോകും. കാരണം യേശു താൻ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാം ശുദ്ധിയുള്ളവരാണ്, ഒരുത്തനല്ല താനും. നിങ്ങൾ ഒരുത്തൻ കള്ളനാണ്, നിങ്ങൾ ഒരുത്തൻ പിശാചാണ്, നിങ്ങൾ ഒരുത്തൻ ശുദ്ധിയില്ലാത്തവനാണ്. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ കർത്താവ്, സർവജ്ഞാനിയായ കർത്താവ്, ഇവൻ മോഷ്ടിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നു. ഇവൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് അത് വാങ്ങി തൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, അതും യേശു അറിഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി സംഭവിക്കണം. അതുകൊണ്ട് യേശു യൂദയെ തടഞ്ഞില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെന്നുള്ളതാണ് യൂദയുടെ തെറ്റ്.
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യർ പ്രവർത്തിച്ച് ദോഷമുള്ളതാകാൽ മനുഷ്യർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതത്രേ. അന്ത്യദിവസത്തിൽ ദൈവം ന്യായം വിധിക്കുന്നത് ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. ന്യായവിധിയിൽ വ്യത്യാസമുണ്ട് പ്രവൃത്തികൾക്കനുസരിച്ച്. എന്നാൽ നരകത്തിലേക്ക് ദൈവം തള്ളുന്നത് ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരുണ്ടാകണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. യോഹന്നാൻ 3:36 പുത്രനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യേശുവാണ് ആളുകളെ രണ്ടായി തിരിക്കുന്നത്. ഈ ലോകചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചത് യേശുവാണെങ്കിൽ ഭാവിയിൽ മനുഷ്യനെ രണ്ടായി തിരിക്കുന്നതും യേശുവാണ്. ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി ചേർന്ന ആളുകൾ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിത്യതയുടെ അവകാശികളാകുമ്പോൾ, യേശുവിനെ സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളും അവരെത്ര നല്ലവരായി ജീവിച്ചവരാണെങ്കിലും, എത്ര ധാർമ്മികരും പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഉപദേഷ്ടാക്കളും ഒക്കെ ആണെങ്കിലും, ഒറ്റ കാരണം ദൈവം മനുഷ്യനായി തീർന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് കുരിശിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ ഏകരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ നരകത്തിലേക്ക് പോകുന്നത്. യൂദ യേശുവിനെ രക്ഷകനായി ദൈവമായി കർത്താവായി സ്വീകരിച്ചില്ല. അതാണ് യൂദയുടെ പാപം. അത് നിമിത്തമാണ് അവൻ നരകത്തിൽ പോകാനായിട്ട് പോകുന്നത്. ഇവിടെ 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം ഒരു സ്ത്രീ പൊട്ടിച്ച് കാലിൽ ഒഴിക്കുന്നത് കണ്ടിട്ടും 30 വെള്ളിക്കാശിൻ്റെ പുറകെ യൂദ പോകാൻ ഇടയായത് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. യേശു വെറും ഒരു ഗുരു, വെറും ഒരു ഉപദേഷ്ടാവെന്ന് മാത്രമാണ് അയാൾ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ കുറേ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നും മനസ്സിലാക്കി. അത്രയുമേ ഉള്ളൂ. യേശു രക്ഷപ്പെടുമെന്ന് ഒരുപക്ഷെ വിചാരിച്ച് കാണും. പക്ഷേ തിരുവെഴുത്ത് പണ്ടേ അങ്ങനെ എഴുതിയിരുന്നു. യേശു തൻ്റെ ഒരു ശിഷ്യനാൽ, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ഉള്ള ആ പ്രവചനത്തിൻ്റെ കൂടെ നിവൃത്തിയായിട്ടാണ് യേശു കൊല്ലപ്പെടാനിടയായത്. യേശുവിൻ്റെ മരണത്തിൻ്റെ സകലവിധങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു. അതനുസരിച്ചാണ് യേശു ഒറ്റക്കൊടുക്കപ്പെട്ടതും യേശു വിസ്തരിക്കപ്പെട്ടതും വിധിക്കപ്പെട്ടതും കുരിശിക്കപ്പെട്ടതും എന്നുള്ളത് തീർച്ചയായിട്ടും യേശുവിനെ വിശ്വസിക്കുവാൻ മതിയായ തെളിവാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.